ഈ പയറിൻ്റെ ഓരോ തല വരുന്നതും നമ്മളിങ്ങനെ പിടിച്ച് വേറെ വേറെ വള്ളി വഴി നമ്മൾ കയറ്റി വിടും. കയറ്റി വിട്ടില്ലാത്ത കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഈ 2-3 എണ്ണം ഒന്നിച്ച് കൂട്ടി പിരിഞ്ഞ് കിടക്കും. അന്നേരം അങ്ങനെ കൂട്ടി പിരിഞ്ഞ് കിടന്നാൽ അതിന് കായ ഉണ്ടാകത്തില്ല, കാ കുറയും. അതിങ്ങനെ ഒരു വള്ളി ഉണ്ടെങ്കിൽ ആ ഒരു വള്ളി ഒന്നേന്ന് മാറ്റി മാറ്റി കയറ്റി വിടണം. അങ്ങനെ ഇല്ലാത്തടത്തോട്ട് നമ്മൾ പിടിച്ച് വിട്ടാൽ നമുക്ക് വിളവ് കൂടുതൽ കിട്ടും, കായൊക്കെ കൂടുതൽ കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് വിളവ് കുറവായിരിക്കും. വിളവ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടി പിരിഞ്ഞ് പോയാൽ അവിടെ നിന്ന് പൂവുണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം, പൂവുണ്ടാകാതെ. പിന്നെ അതുപോലെ തന്നെ ഇത് ചുറ്റുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ചുറ്റിയില്ല എന്ന് വരില്ല, അത് മുഴുവൻ ഒടിഞ്ഞു പോകും. ഈ പയറിൻ്റെ തലയ്ക്കൽ എപ്പോഴും വെള്ളമാണ്, പയറിൻ്റെ തലപ്പ് വള്ളിയാൽ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചില്ലേ ഇത് ഒടിഞ്ഞു പോകും. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇത് ചുറ്റി വിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലായെന്ന് വരിയിൽ ഈ പയറിൻ്റെ വള്ളി വീണ്ടും ഇങ്ങനെ മടങ്ങി അകത്തോട്ട് മടങ്ങി പോകത്തേ ഉള്ളൂ. താഴെന്നൊരു ശേഖരം പൊട്ടി വരുന്നതിന് നമ്മൾ അന്നേരം നൂല് കെട്ടി അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂല് കെട്ടണം. ഇങ്ങനെ മണ്ടലാദ്യം കെട്ടണം. താഴെ കെട്ടി വെച്ച് മണ്ടലോട്ട് കെട്ടാൻ പാടില്ല. താഴോട്ട് അങ്ങനെ കെട്ടിയാൽ ഇതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി മുറുകത്തില്ല. അതുപോലെ തന്നെ ചിലപ്പം പയറിൻ്റെ തണ്ട് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കെട്ടുക എന്ന് പറയുന്നത് ഈ പയറിൻ്റെ 3 ഇല വരുന്ന ആ കവരയ്ക്ക് വേണം കെട്ടാൻ. ഇത്രയൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പയർ കൃഷിയിൽ. ഇങ്ങനെ മുറുക്കാത്ത രീതിക്ക് ഇങ്ങനെ കെട്ടി വെക്കണം. എന്നിട്ട് പയർ പിടിച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ് ഈ നൂല് കെട്ട്. നൂല് കെട്ടുന്നുണ്ട്. ഇതിങ്ങനെ മണ്ടയിലാദ്യം കെട്ടണം. നൂല് മണ്ട കെട്ടി വെച്ച് താഴെ പയറിൻ്റെ ഇലയിലോട്ടാണ് നമ്മൾ കെട്ടുന്നത്. പയറിൻ്റെ ഇല കെട്ടുമ്പോൾ നമ്മൾ ഇതുണ്ടോ, പയറിൻ്റെ ഈ 3 ഇല വരുന്നതിൻ്റെ കവരെ കൂട്ടി കെട്ടണം. അതാകുമ്പോൾ ഊരിപ്പോകത്തില്ല. ഇത് പയറിൻ്റെ തണ്ടേ മുറുക്കാതെ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ 2 കെട്ടിടണം. 2 കെട്ടിട്ടാൽ പിന്നെ അത് മുറുകത്തുമില്ല. ഒരു കെട്ടിട്ടാൽ അഴിഞ്ഞു പോകും. എന്നിട്ട് പയറിങ്ങനെ പിടിച്ചുകൊണ്ട് ചുറ്റി വിട്ട് കഴിഞ്ഞാൽ പയറങ്ങ് കയറിപ്പോകും. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു പരിപാടിയാണ് ഈ നൂലുകെട്ട്. പയർ കൃഷിയിൽ ഏറ്റവും ലാഭം വരുന്ന ഈ നൂലുകെട്ടിങ്ങനെ നൂലെ കെട്ടിയാൽ ചിലവ് കുറവുണ്ട്. ഈ നൂലിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 20 രൂപ. നമുക്കത് കുറേ കെട്ടാൻ കിട്ടും. വേറെ പ്ലാസ്റ്റിക്കൊക്കെ മേടിച്ച് നമുക്ക് മുതലാകത്തില്ല. ഒത്തിരി പ്ലാസ്റ്റിക്കൊക്കെ വേണം. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിക്കുള്ള പരിപാടിയാണ് ഈ നൂലുകെട്ട്. ഇത്രയും